ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. നമ്മുടെ ഫാമിലി മെമ്പർ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത് നമ്മളിപ്പോൾ താമസിക്കുന്ന നിലവിലെ അഡ്രസ്സിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗത്തിൻ്റെ വിവരങ്ങളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നെയിം ഓഫ് ദി ഫാമിലി മെമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ നെയിം നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് റിലേഷൻഷിപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെയുള്ള ഓപ്ഷൻസ് ഫാദർ, മദർ, വൈഫ്, ലീഗൽ ഗാർഡിയൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുള്ള ഒരാളുടെ പേരാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അടുത്ത കോളത്തിൽ വരുന്നത് എപ്പിക് നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് അവരുടെ ID കാർഡ് നമ്പർ അറിയുമെങ്കിൽ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ നമ്മുടെ മദർ ഡീറ്റെയിൽസ്, സ്പൗസ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനുള്ള ഭാഗം വരും. ആ ഒരു ഭാഗത്ത് മദർ നെയിമും അതുപോലെ സ്പൗസ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്നത് എൻ്റെ പേരോ എൻ്റെ ഫാമിലിയുടെ പേരോ ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഇത്ര സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹിയറിങ്ങിനൊക്കെ വിളിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും അപ്രൂവൽ ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ പാരൻസിൻ്റെ പേര് ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മുടെ ആ ലാസ്റ്റ് SIRൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് അസംബ്ലി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലം 2002 ഉണ്ടായിരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പാരൻസിൻ്റെ 2002 ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം പറയുന്നത്. അതിനുശേഷം അന്നത്തെ അവരുടെ ഒരു പോളിംഗ് സ്റ്റേഷൻ നെയിം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പാർട്ട് സീരിയൽ നമ്പർ എന്നുള്ളതാണ്. അവരുടെ അന്നത്തെ ലിസ്റ്റിലുള്ള സീരിയൽ നമ്പർ നിങ്ങൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫാമിലി മെമ്പറുമായിട്ടുള്ള റിലേഷൻ എന്താണോ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്തിട്ടുള്ളത് ഫാദർ നെയിം ആണോ മദർ നെയിം ആണോ എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധുവിൻ്റെ പേര് ഇതുപോലെ കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ ഒന്ന് ഓപ്പണായി വരുന്നതായിരിക്കും. അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.